നമസ്കാരം. ഇന്നലെയായിരുന്നു വനിതാ ദിനം, മാർച്ച് 8. ആ വനിതാ ദിനത്തിൽ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. തൊടുപുഴയിലെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ. വനിതകളെ ആദരിക്കുക, പല സ്ഥലങ്ങളിലും പല പ്രവൃത്തിയും നടന്നിട്ടുണ്ടാകും. പക്ഷേ ഈ തൊടുപുഴയിലെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം, അതിൻ്റെ ഉടമ റിയാസ് നിരവധി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ നാട്ടുകാരനും കൂടെയാണ്. അതുകൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, അതും കൂടെ പറയാം. പക്ഷേ നല്ല പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോൾ, രാവിലെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിനൊത്തിരി കുളിർമയേകി, കണ്ണിൽ ചെറിയ കണ്ണുനീരും വന്നു. അവിടെ ജോലി ചെയ്യുന്ന, 1 വർഷത്തിൽ താഴെയായി ജോലി ചെയ്യുന്ന മൂവാറ്റുപുഴ സ്വദേശിനി നിത്യ, ജന്മനാൽ കേൾവിയിൽ ശക്തിയില്ല, സംസാരശേഷിയില്ല. നിത്യയുടെ ഭർത്താവിനും അത് തന്നെയാണ്. ഒരു കുട്ടിയുമുണ്ടെന്നാണ് എനിക്ക് അറിയാവുന്നത്. പക്ഷേ ആ സ്ഥാപനത്തിലെ കാണാൻ സൗന്ദര്യമുള്ള, എപ്പോഴും പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സ്വീകരിക്കുന്ന ആ നിത്യയ്ക്ക് കേൾവി ശക്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ആ കുട്ടിക്ക് കേൾവി ശക്തി ഇല്ലാത്തതും സംസാരശേഷിയും ഇല്ലാത്തതുമായ നിത്യയുടെ വിഷമം കൃത്യമായി അവിടുത്തെ സ്റ്റാഫുകൾ അറിയുന്നു. സ്റ്റാഫുകൾ അറിഞ്ഞിട്ട് സ്റ്റാഫുകൾ ഒരു കാര്യം തീരുമാനിച്ചു എന്നാണ് ഞാൻ. ആ നിത്യയെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മൂവാറ്റുപുഴയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മൂവാറ്റുപുഴയിലെ എനിക്ക് കിട്ടിയ ട്രാവൻകൂർ ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയി ചികിത്സ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കേൾവി ശക്തിക്കുള്ള ഹിയർ ബോക്സ് വെക്കാം എന്നൊരു തീരുമാനത്തിലിരുന്നു. പക്ഷെ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ, അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം കൂടെ പിരിവെടുത്ത് അങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തപ്പോഴാണ് ഇത് MD അറിയുകയും പിന്നീട് അദ്ദേഹം തന്നെ നേരിട്ട് അത് ഇടപെടുകയും ചെയ്തു. ആരും അറിയിച്ചിട്ടില്ല. ആ കുട്ടി പരിശോധനയ്ക്ക് പോകുന്നത്. പക്ഷേ ഇങ്ങനെ കേൾവി ശക്തി കേൾക്കാൻ കഴിയുമെന്നുള്ളതൊന്നും ആ കുട്ടിക്ക് അറിയില്ല. പക്ഷേ അതിനുശേഷം ആ കുട്ടിയുടെ മുഖത്ത് വീണൊരു പുഞ്ചിരിയുണ്ട്. റിയാസ് അത് കൈമാറുന്നു, ചെവിയിൽ വെക്കുന്നു. റിയാസ് ചോദിക്കുമ്പോൾ അത് മനസ്സിലാവുന്നു, അത് സംസാരിക്കാൻ ശ്രമിക്കുന്നു. മനസ്സലിഞ്ഞു പോയൊരു കാഴ്ചയാണ്. എന്തുകൊണ്ടും ഈ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ഈ നല്ല പ്രവൃത്തിയൊക്കെ ആയിരിക്കും റിയാസെ താങ്കളെ ഇവിടം വരെ എത്തിച്ചത്. കാരണം താങ്കളൊരു വരവൊക്കെ എനിക്കും അറിയാം, അല്ലെ, എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും ഇപ്പോൾ എവിടെ നിൽക്കുന്നു. താങ്കളെല്ലാ നല്ല പ്രവൃത്തിയും ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു പ്രചോദനമായിരുന്നു അവിടെയുള്ള സ്റ്റാഫുകൾ. ആ സ്റ്റാഫുകളെ കണ്ണ് നിറയുന്നത് കണ്ടില്ല. കുട്ടിക്ക് അത് കൊടുക്കുമ്പോൾ, ആ കുട്ടിയെ ആദരിക്കുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നനയുന്നുണ്ട്. ഇത്ര നല്ല പ്രവർത്തികൾ ചെയ്യണം. ഇത്ര നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അവരുടെ ഒരു ഇൻസ്റ്റയിലാണ്, അവരുടെ തന്നെ ഒരു ഇൻസ്റ്റയിൽ കണ്ടതാണ് ഞാൻ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ നിത്യ അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോയി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആ നിത്യയുടെ മുഖത്ത് വീണ ആ ഒരു ചിരിയുണ്ടല്ലോ, ആ സന്തോഷമുണ്ടല്ലോ, അതാണ് അവിടെയുള്ള എല്ലാവരെയും കണ്ണ് ഈർണണിയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റിയാസ്, താങ്കൾ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യണം. ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നല്ലത് മാത്രമല്ല. ഈ പുണ്യമാസത്തിൽ, റംസാന്റെ പുണ്യമാസത്തിൽ താങ്കൾ ചെയ്ത വലിയ പുണ്യമാണ്. അതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും റിയാസിനും അവിടുത്തെ സ്റ്റാഫുകൾക്കും ഒരു ബിഗ് സല്യൂട്ട്.